ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഓവൻ ട്രേ എടുത്തിട്ടുള്ളത്. അതിലൊരു അലൂമിനിയം ഫോയിൽ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നെയ്യോ ബട്ടറോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. ഈ ഗ്രീസ് ചെയ്തെടുത്ത ഈ ട്രേയിലേക്ക് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാലിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. കോൺഫ്ലവർ മിക്സ് ചേർത്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരുന്ന വരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് നമുക്കിതിനെ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്ന വരെ ഇതിനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റൂഹ് അഫ്സ ഇല്ലെങ്കിൽ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോസ് എസൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളറോ അല്ലെങ്കിൽ പിങ്ക് കളറോ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഈ ക്രീം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്രേയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ വേണം ഇതിനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഏതെങ്കിലും സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ടോ ഒന്ന് പതുക്കെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പിസ്ത പൊടിച്ചത് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.